അച്ഛൻ ഭാഗവതരാണ്. അച്ഛന്റെ പേര് കുട്ടൻ, ബാൻഡ് കുട്ടൻ അറിയപ്പെടുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നിൽക്കുന്നത് രാധാമണി അമ്മയുടെ ഒപ്പമാണ്. അമ്മ നല്ലൊരു പാട്ടുകാരിയാണ്. അപ്പൊ അമ്മയുടെ പാട്ടിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അമ്മ ഈ സംഗീതത്തിലോട് ചെറുപ്പം മുതലാണോ പാടുന്നത്? അതെ, ചെറുപ്പം മുതൽ 5 വയസ്സ് വരെ പാടാൻ തുടങ്ങി. അപ്പൊ ചെറുപ്പത്തിലെ പാട്ട് കലോത്സവങ്ങളിലും അതുപോലെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്? ഉണ്ട്. 5 വയസ്സ് മുതൽ പാടാൻ തുടങ്ങി. എനിക്ക് അന്ന് മുതലുള്ള പാട്ടാണ്. അത് 10-60 സർട്ടിഫിക്കറ്റുകളും മെഡലുകള്, വെള്ളിക്കപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്കൂൾ തലത്തിലൊക്കെ ഇപ്പൊ എല്ലാ പരിപാടിക്കും, യൂത്ത് ഫെസ്റ്റിവലിന്, അങ്ങനെയുള്ള പരിപാടിക്കെല്ലാം ഓരോ തലങ്ങളിൽ പോകാറുണ്ട്. നമ്മുടെ അടുത്ത് കോട്ടയം ഡിസ്ട്രിക്റ്റ് അല്ലേ, അവിടെ മിക്ക സ്കൂളുകളിലും പാട്ടുപാടി പ്രൈസ് തന്നെ, ഫസ്റ്റ് തന്നെ മേടിച്ചിട്ടുണ്ട്. വീട്ടുകാരൊക്കെ സപ്പോർട്ടാണ്? വീട്ടുകാർ ആ സപ്പോർട്ട്. അച്ഛനും അമ്മയും പാട്ടുകാരും. അച്ഛൻ ഭാഗവതരാണ്. അച്ഛന്റെ പേര് കുട്ടൻ, ബാൻഡ് കുട്ടൻ അറിയപ്പെടുന്നത്. അമ്മ പാട്ടുപാടും ഡാൻസ് പഠിപ്പിക്കാൻ പോകുമായിരുന്നു. പിന്നെ ആങ്ങളമാർ 2 പേരും കലാകാരാണ്. മൂത്ത ആങ്ങള ഹാർമോണിസ്റ്റ്, ഫ്ലൂട്ടിസ്റ്റ് ഒക്കെയാണ്. രണ്ടാമത്തെ ആങ്ങള പേര് കേട്ട ഒരു ഉസ്താദ് ബാൻഡ് മേളക്കാരനാണ്. അതായത് ക്ലാർനെറ്റ് മാസ്റ്ററാണ്. 3001 ശിഷ്യന്മാരുള്ള. അവരുടെ പേരെന്ന്? മൂത്ത ആങ്ങളുടെ പേര് ജോർജ്, രണ്ടാമത്തെ ആങ്ങളുടെ പേര് കുട്ടപ്പായി. ബാൻഡ് മാസ്റ്റർ കുട്ടപ്പായി എന്നറിയപ്പെടും. പിന്നെ അനിയത്തിയും പാട്ടുപാടും. അമ്മ അധ്യാപികയായിരുന്നു. ഡാൻസിന്റെ പഠിപ്പിക്കാൻ പോകും. ടീച്ചർ തന്നെ സ്കൂളിലല്ല, വീടുകളിലൊക്കെ പഠിപ്പിക്കാൻ പോകാറുണ്ട്. അമ്മ പാടിയ കുറെ പാട്ടുകൾ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ കാണാറ് സാധിച്ചായിരുന്നു. എല്ലാം നല്ല നല്ല പാട്ടുകളൊക്കെയാണ്. അപ്പൊ ഒരുപാട് വേദികൾ അങ്ങനെ പാടിയിട്ടുണ്ട്? ഉണ്ട്. ഫേസ്ബുക്കില് 4-5 പ്രാവശ്യം പാടി. പിന്നെ നമ്മുടെ ഈ അടുത്തുള്ള പരിപാടികൾക്കൊക്കെ പാടും? അടുത്ത് ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഒരു, ഞാൻ തൊട്ടപ്പുറത്തൊരു കുടുംബശ്രീ ഉണ്ട്. അതിന്റെ റിപ്പബ്ലിക് ദിനത്തിന്റെ അന്ന് ഞാൻ അവിടെ പാട്ട് പാടിയപ്പോൾ നമ്മുടെ മെമ്പർ അത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടായിരുന്നു. അതിനൊത്തിരി മെമ്പറുടെ പേരെന്താ? ജെയിംസ് സൈമൺ എന്നാ പേര്. അദ്ദേഹം ഒരു പാട്ടുകാരനാണ്. അതുകൊണ്ട് എന്നെ കൊണ്ട് 2 പാട്ട് പാടിപ്പിച്ചതിൽ ഒരു പാട്ട് ഫേസ്ബുക്കിൽ ഇട്ട് പുള്ളിയാണ്. ഏത് പാട്ടാണ് അത്? സ്വർണ്ണമുഖില എന്നുള്ള പാട്ടായിരുന്നു. സ്വർണ്ണമുഖില എന്നുള്ള പാട്ട്. അമ്മ ഇപ്പൊ ഈ ആകാശവാണിയിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നല്ല, എനിക്ക് വയ്യാഴിയൊക്കെ എന്റെ ഒരാങ്ങളെന്ന് പറയാൻ, സ്വന്തം ആങ്ങളെയല്ല, ഒരാളെ എന്റെ നമ്പർ കൊടുത്തായിരുന്നു അവർക്ക്. ഈ പാട്ട് സന്ദേശം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ഒരു അവസരമായിരുന്നു. എന്നിട്ട് എന്നെ കൊണ്ട് 3 പാട്ട് പാടിപ്പിച്ച് അവരത് പിന്നെ റേഡിയോയിൽ നിലയത്തിയെടുത്ത് അവരിങ്ങനെ പ്രക്ഷേപണം ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞ് ഒരു 18-ാം തീയതി ആയിരുന്നു ഇത്, കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു. കഴിഞ്ഞ മെയ്യിലാന്ന് തോന്നുന്നു, 1 വർഷം ആകുന്നു കേട്ടോ. എന്നോട് പറഞ്ഞ ദിവസം വ്യാഴാഴ്ച ദിവസം പാട്ട് റേഡിയോ വരും കേട്ടോണെന്ന്. ഞങ്ങളങ്ങനെ കേട്ട് ഞാൻ